What is the name of this dish? Congee. Congee. ഞാനും ഇദ്ദേഹം രണ്ട് കടയും കൂടെയാണ് കേട്ടോ വീട്ടിലേക്ക് പോണത്. അടിപൊളി. കണ്ടോ ഈ താത്തയാണ് കേട്ടോ ഇതിന്റെ ഓണർ. Extending for one more day. Oh, you are this room? Room. Okay. I'm not taking my luggage. റൂമിൽ നിന്ന് പുറത്തിറങ്ങി കേട്ടോ. ഇപ്പോൾ സമയം രാവിലെ 9:30 മണിയാണ്. നമ്മളിപ്പോൾ തായ്ലൻഡിൻ്റെ വടക്കേ അറ്റത്ത് മ്യാൻമർ ബോർഡറിന് അടുത്തുള്ള പായ് ഡിസ്ട്രിക്റ്റിലാണ് കേട്ടോ. ഇന്നലെ രാത്രി ആണ് ഇവിടെ എത്തിയത്. കുറേ കാഴ്ചകളൊക്കെ നിങ്ങൾ കണ്ടു. ഇത് ആക്ച്വലി ഇവിടുത്തെ വാക്കിംഗ് സ്ട്രീറ്റ് ആണ് കേട്ടോ. അത് ഞാൻ ഇന്നലെ രാത്രിയാണ് അറിയുന്നത്. ഇത് ചെറിയൊരു ടൗണാണ്. ചുറ്റും മലകളുള്ള ഒരു താഴ്വാരം. അവിടെ ചെറിയൊരു ടൗണ് അത്രേ ഉള്ളൂ. ആ ടൗണിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഏറ്റവും ഹാപ്പനിങ് ആയിട്ടുള്ളൊരു വാക്കിംഗ് സ്ട്രീറ്റാണിത്. ഇവിടെ രാത്രി നല്ല അടിപൊളി വൈബാണ്. ഇന്നലെ രാത്രി ഞാൻ അതൊക്കെ എക്സ്പീരിയൻസ് ചെയ്താണ്. വാട്ട് ഈസ് ദ നെയിം ഓഫ് ദിസ് ഡിഷ്? Congee. Congee. Same rice porridge. I'm wondering, we have the same dish. Same. We call this kanyi. Okay. Kanyi. Congee. Same. Same. I'm from India, Kerala. Kerala. Oh, Kerala. Yes. Oh. I need one. Okay. Everything naka? What you add on it? I have mushroom, egg, chicken. Okay, I need egg. Mushroom and egg. Mushroom egg. Okay. Make one. Okay. അടിപൊളി പരിപാടി കേട്ടോ. നോക്കി ഞാൻ അങ്ങനെ നോക്കി നടക്കുമ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് നോക്കി നടക്കുമ്പോൾ ഇവിടെ ഒരു ബോർഡ് കണ്ടാണ് കേട്ടോ. റൈസ് പൊറിഡ്ജ് കണ്ടപ്പോൾ തന്നെ സെറ്റായി. സംഭവം കഞ്ഞിയാണല്ലോ. അപ്പോൾ ഞാൻ നോക്കുമ്പോൾ കഞ്ഞിയുണ്ട്. അത് തീരാനായിട്ടുണ്ട്, കുറച്ചുള്ളൂ ഇനി. അപ്പോൾ ഒരാൾക്കുള്ളതുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അതിൻ്റെ പേര് ചോദിച്ചപ്പോഴല്ല, ആക്ച്വലി ഞാൻ ഇവിടെ കണ്ടതാണ്. കൊഞ്ചീന്ന് കണ്ടു. കൊഞ്ചി സംഭവം നമ്മുടെ കഞ്ഞി തന്നെയാണ്. കഞ്ഞി തന്നെയാണ്. അതിന് ഇവര് പറഞ്ഞത് കൊഞ്ചി എന്നാണ്. കൊഞ്ചി. ഇപ്പൊ കണ്ടോ അതിനകത്ത് എന്തൊക്കെ ആഡ് ചെയ്യുന്നുണ്ട്. ഇതാണ് സംഭവം. കഞ്ഞി ഇനിയിപ്പോൾ എങ്ങനെ കിട്ടിയാലും അടിപൊളിയാണ്. പുള്ളിക്കാരിക്ക് ഇഷ്ടമുള്ള പോലെ ഉണ്ടാക്കട്ടെ. No? It's cooked. Boiled. ഓക്കെ. ഞാൻ വിചാരിച്ചു പച്ച മുട്ട അങ്ങോട്ട് പൊട്ടിച്ച് ഒഴിക്കാതിരിക്കുന്നു കേട്ടോ. പക്ഷെ അത് ബോയിൽഡ് ആണ്. ഹാഫ് കുക്ക്ഡ്. നൈസ്. വാവ്, അടിപൊളി. ഉണ്ടോ രാവിലെ തന്നെ ഞാൻ എന്തെങ്കിലും കഴിക്കാൻ കിട്ടുമെന്ന് ഇങ്ങനെ പേടിച്ച് നടക്കുമ്പോഴാണ് ഇത് കണ്ടത് കേട്ടോ. അടിപൊളി. ഓക്കെ. ഇവിടെ ഇരുന്ന് കഴിക്കാനൊക്കെ ഉള്ള സംവിധാനമൊക്കെ ഉണ്ട് കേട്ടോ. എന്തായാലും കൊള്ളാം. Number 4. Your fourth son. Your husband is here? Oh. This shop. Husband. Okay. തൊട്ടപ്പുറത്ത് വേറെ കട ഉണ്ടോ? അത് ഹസ്ബൻഡിന്റെ അത്രേ. Where's your house? This here? Nearby here? Okay. Nice. Hello. Sawadee. Your name? Sawadee. Your name? Faiz. Okay. മോനാണ് കേട്ടോ. 4ാമത്തെ മോനാണ്. അവനും ഭക്ഷണം കഴിക്കാനിരിക്കുകയാണ്. സംഭവം നമ്മളെ നാട്ടിലെ കഞ്ഞിയല്ല, പക്ഷെ നല്ല ടേസ്റ്റ് കിട്ടും. അതായത് ശരിക്കും പായസം പോലായിട്ട് വേവിച്ചിട്ട് ഇത് നല്ലോണം ഇത് പായസം പോലായിട്ട്. അതിനകത്ത് കുറച്ച് ഐറ്റംസ് ഒക്കെ ഇട്ടിട്ടുണ്ട്. ഈ നൂഡിൽസ് പോലത്തെ സംഭവം ഉണ്ട്. അതെന്താ എനിക്ക് മനസ്സിലായില്ല. പിന്നെ കടല. അപ്പോൾ കടല കടിക്കുമ്പോൾ നമുക്ക് ഇങ്ങനെ ചെറിയൊരു ക്രിസ്പിനെസ് കിട്ടുമല്ലോ. പിന്നെ ഒരു ബോയിൽഡ് എഗ് ഉണ്ട്. ഇപ്പോൾ കഞ്ഞി കിട്ടിയപ്പോൾ പിന്നെ ഡെയിലി കഞ്ഞി കിട്ടിക്കൊണ്ടിരിക്കുക. പക്ഷെ ഞാൻ അത്ഭുതപ്പെടുന്നത് ഇതിന് ഇവരും കഞ്ഞി എന്ന് തന്നെയാണ് പറയുന്നത്. കൊഞ്ചി എന്ന് തന്നെ പറയുന്നത്. ഈ വാക്കിംഗ് സ്ട്രീറ്റിലെ ഈ കടകൾ നടത്തുന്ന ആൾക്കാരിൽ കുറേ പേര് മുസ്ലിംസ് ഉണ്ട് കേട്ടോ. നമ്മൾ പറഞ്ഞിരുന്നു അന്നൊരിക്കൽ ഒരു ബുദ്ധ ടെമ്പിളിൽ പോയപ്പോൾ ഇവിടുത്തെ മതവിശ്വാസികളുടെ റേഷ്യോ ഏകദേശം 4.5 എങ്ങാണ്ട് തായ്ലൻഡിൽ മുസ്ലിംസാണ്. ഇവിടെ വന്നിട്ട് ഞാൻ 2-3-4 സ്ഥലങ്ങളിൽ ഇങ്ങനെ കണ്ടപ്പോൾ ഞാൻ ചോദിച്ചാണ് ഇവർ എത്രത്തോളം ഇവിടെ അധികം മുസ്ലിം കമ്മ്യൂണിറ്റി ഉള്ള സ്ഥലമാണോ എന്നൊക്കെ. അപ്പോൾ ഏകദേശം 100-300 പേരാണ് ഇവിടെ ഉള്ളത്. അപ്പോഴത്തെ ഒരു പള്ളിയൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു. ഇന്നലെ രാത്രി സംസാരിച്ചില്ലേ ലത്തീഫ, അവർ പറഞ്ഞാണ് കേട്ടോ. ഖുറാൻ പഠിപ്പിക്കുന്ന ഒരു സ്ഥലം അവിടെ ബ്രെയിൽ ലിപിയിലുള്ള കണ്ണ് കാണാത്ത ആൾക്കാർക്ക് പിന്നെ വായിക്കാനുള്ള ഖുറാനൊക്കെ ഉണ്ട്, വേണമെങ്കിൽ നിങ്ങൾക്ക് പോയി കാണാം എന്നൊക്കെ അവർ പറഞ്ഞു തന്നു കേട്ടോ. അത് കുറച്ച് അപ്പുറത്തേക്കാണെന്നാണ് പറഞ്ഞത്. കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ചെക്കൻ്റെ ഉപ്പ വന്നു കേട്ടോ. I'm good. Where are you going?
Assalamualaikum. Walaikum salam. Where are you going? Finish. Oh, okay, okay. Finished? Yeah. Today's business finished? Yeah, finish. Maybe at 6:30 I'm open. Now, where are you going? Home. After this? Home. Sleep. Sleep? Yeah. അത് രാത്രി കണ്ട ലത്തീഫത്താത്തുണ്ടല്ലോ, പുള്ളിക്കാരിയുടെ വീട്ടിൽ വേറെ ആരുമില്ല. പുള്ളിക്കാരി ചെറിയൊരു കുട്ടിയും പിന്നെ ഉമ്മയും മാത്രമേ കേട്ടോ, ലേഡീസ് മാത്രമുള്ള ഒരു വീടാണ്. അതുകൊണ്ട് എനിക്ക് അങ്ങോട്ട് ചെല്ലാൻ പറ്റുമെന്ന് ചോദിക്കാനൊരു ബുദ്ധിമുട്ട്. അപ്പോൾ ഇദ്ദേഹം വന്നപ്പോൾ ഞാൻ ചോദിച്ചു, ഞാൻ നിങ്ങളുടെ വീട്ടിലേക്ക് വരട്ടെ എന്ന് ചോദിച്ചു കേട്ടോ. അപ്പോൾ ഓക്കെ ഓക്കെ എന്നൊക്കെ പറയുന്നുണ്ട്. ഈ കച്ചവടം ഇന്നത്തെ കഴിഞ്ഞു, കഞ്ഞി അവസാനിച്ചു. ഞാനാ ലാസ്റ്റ് കഞ്ഞി വാങ്ങിച്ചത്. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് അവർ ഇതൊക്കെ സെറ്റാക്കിയതിന് ശേഷം വീട്ടിലേക്ക് പോകുമെന്ന് പറഞ്ഞു. വെറുതെ പോയോക്കാം അല്ലേ? Okay. Thank you. Super dish. I like it very much. Okay, thank you. Have a good day, ka. How much for this? 30. Only 30. Ha. Okay. മേശപ്പുറത്ത് ഉപ്പൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ, അത് ഞാൻ മറന്നു, കണ്ടില്ല. 30 ബാത്തിന് ശരിക്കും കഞ്ഞി നല്ല വർത്താണ് കേട്ടോ. എന്തായാലും അടിപൊളിയായി. ഞാൻ ഇവരെ ഇതിപ്പോ എന്താ പരിപാടി? താത്താന്റെ ഹസ്ബൻഡ് എന്തോ ഒരു പക്ഷിനെ കൊണ്ട് കിടക്കുന്നു, ചെറിയ 2 പക്ഷികളെ കൂട്ടില്. ഇതേ തൊട്ടിപ്പുറത്തെ മൂപ്പര ഷോപ്പ് ഉണ്ടായിരുന്നില്ലേ, അത് ഫുള്ള് അഴിച്ച് സെറ്റാക്കി വീട്ടിൽ കൊണ്ടുപോയി കേട്ടോ. ഇനി വേറെ എന്തൊക്കെ കുറച്ച് സാധനങ്ങൾ ബൈക്കിൽ കയറ്റിയിട്ടുണ്ട്. പുള്ളി വീട്ടിലേക്ക് പോവാണ്. സംഗതി എന്താ വെച്ച് കഴിഞ്ഞാൽ പുള്ളിയുടെ ഷോപ്പ് രാത്രി വർക്ക് ചെയ്യുന്ന കടയാണ്. ഇവിടെ ഉണ്ടായിരുന്ന ആ കട അത് രാത്രി ഉള്ളതാണ്. അപ്പോൾ അത് രാത്രി ഫുള്ള് കുറേ സമയം പുള്ളി ജോലി ചെയ്തായിരിക്കില്ലേ, അപ്പോൾ പകൽ ഉറങ്ങുമായിരിക്കും അത്രേ. അപ്പോൾ പുള്ളി വീട്ടിലേക്ക് പോകാനുള്ള പരിപാടിയാണ്. കൂടെ എവിടെയോ ഫിറ്റ് ചെയ്യാൻ വേണ്ടി നടക്കുകയാണല്ലോ പുള്ളി. ഓക്കെ, അപ്പോൾ ഇനി പുള്ളി വീട്ടിലേക്ക് പോകാൻ അത്രേ. താത്താൻ്റെ കച്ചവടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാവിലെയാണ് കേട്ടോ. അപ്പോൾ അതും കഴിഞ്ഞു. ഒരു ദിവസം ഏകദേശം ഒരു 2000 ബാത്തിന് കഞ്ഞി വിൽക്കും അത്രേ. അത് മാത്രമേ ഉള്ളൂ, കഞ്ഞി മാത്രമേ ഉള്ളൂ, വേറെ ഒന്നും അവർ വിൽക്കുന്നില്ല. ഓ ബൈ ദിസ്. ഓക്കെ. ഇത് കണ്ടോ, ഈ കടയുടെ മറ്റേ കടയുടെ ഒരുവിധം സാധനങ്ങളൊക്കെ ഇതിനകത്ത് കയറ്റിയിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ ഈ കടയുടെയും കുറേ സംഭവങ്ങൾ എടുത്തിട്ട് അതിനകത്തേക്ക് വെച്ചു. ഇനി ഈ കട മൊത്തം ബൈക്കിൽ കണക്ട് ചെയ്തിട്ടാത്രേ അവർ വീട്ടിലേക്ക് പോവാ. നൈസ് പരിപാടിയാണല്ലോ. ഇതിന്മേ കുളത്തി വെക്കാണെന്ന് തോന്നുന്നുണ്ട് കേട്ടോ. കണ്ടോ, ഈ കയർ വെച്ച് കെട്ടി വെക്കായിരിക്കും. അത് തന്നെയാണ് പരിപാടി. കണ്ടോ, ബൈക്കിന്റെ പുറകിൽ ആ സംഭവമാണ് കെട്ടിട്ടോ. ഓക്കെ. ഓക്കെ. മകൻ കയറിയപ്പോ മകനോട് ഇറങ്ങാൻ പറയട്ടോ, എന്നിട്ട് എന്നോട് കയറാൻ. ഓക്കെ 1 സെക്കൻഡ്. ഓക്കെ. നൈസ് പരിപാടി. ഓക്കെ, ഞാനും ഇദ്ദേഹം 2 കടയും കൂടിയാണ് വീട്ടിലേക്ക് പോണത്. അടിപൊളി. എല്ലാരും നോക്കുന്നുണ്ട്. Your name? Sabi. Okay. അടിപൊളിയാണല്ലോ. പുള്ളിയുടെ വീട് അടുത്താട്ടോ, 3 മിനിറ്റ് ഉള്ളൂ എന്നാ പറഞ്ഞേ, തൊട്ടടുത്താണ്. ഇത്ര പെട്ടെന്ന് എത്തിട്ടോ, അധികം ദൂരമൊന്നുമില്ല. നമ്മളിത് ഹോൾസെയിലായിട്ട് ഇതാ വീട്ടിൽ വന്നിറങ്ങിട്ടോ. ഇത് ഭംഗിയുള്ള സ്ട്രീറ്റിൽ കൂടി ആട്ടോ വന്നത്. ഞാൻ മുൻപിലേക്ക് ഷൂട്ട് ചെയ്യാൻ വിചാരിച്ചിട്ട് തിരിക്കാൻ നിന്നപ്പോഴത്തേക്കും നമ്മൾ ലൊക്കേഷനിലെത്തി. അതാ പുള്ളി എങ്ങനെ അപ്പുറത്തേക്ക് പോയി. പുള്ളി അപ്പുറത്ത് നിന്നാണല്ലോ ഗേറ്റ് തുറക്കുന്നത്. ഓക്കെ. ഈ സൈഡിൽ കൂടി പോയിക്കാൻ തോന്നുന്നുണ്ട്, നടന്നു പോകാൻ സൈഡിൽ എന്തോ വഴിയുണ്ട്. ഓക്കെ, അപ്പോൾ പുള്ളി ഇതാ. ഓക്കെ ഡിസ്കണക്ട് ചെയ്യും കേട്ടോ. എന്നിട്ട് വണ്ടി മാത്രം അകത്തേക്ക് കൊണ്ടുപോയി. ഇതിനി കൊണ്ടുപോകുമായിരിക്കും. ഞാൻ കൊണ്ടുപോയി എങ്ങനെ ഉണ്ടാവും? അയ്യോ വേണ്ട, ചിലപ്പോൾ പണി കിട്ടും. എന്തായാലും ഇതാണ് പുള്ളിയുടെ വീട്. Today's work finished. Yep. Now you're going to sleep. Okay. Evening when you start your job. Clean. Oh, cleaning. Yep. Look up. Sleep. Oh, okay. Evening, what time you start your job? 6:30. 6:30. Up Yep. to 6:30 in at 10:30 finish. 10:30 finish. Yep. Okay. ഇതാണ് പുള്ളിയുടെ കട കേട്ടോ. തായ് ഡോണറ്റ് എന്ന് പറയുന്ന ഒരു തരം എന്തൊക്കെയോ പൊരിച്ചിട്ടൊക്കെ ഉള്ള എന്തോ പരിപാടി കേട്ടോ പുള്ളിയുടെ കച്ചവടം. ഇവരിവിടെ കോഴീനെ വളർത്തുന്നുണ്ട് കേട്ടോ. കണ്ടോ, ഇങ്ങനത്തെ ഈ കൊട്ടകളിലായിട്ട് കോഴികളെ വളർത്തുന്നുണ്ട്. കണ്ടോ, ഇതൊക്കെ ഇവർക്ക് കച്ചവടത്തിന് വേണ്ടിയിട്ടായിരിക്കും. കണ്ടോ,
കുറേ കൊട്ടകൾ ഇങ്ങനെ നിരത്തി വെച്ചിട്ടുണ്ട്. കോഴി കൂടൊന്നുമില്ല കേട്ടോ, ഇങ്ങനെയുള്ള കൊട്ടകളാണ്. താങ്ക് യു, ബൈ. കുറച്ച് നേരം അവിടെ ഇരുന്നതിന് ശേഷം പുള്ളി എന്നെ ഇങ്ങോട്ട് തന്നെ ആക്കി തന്നു കേട്ടോ. നമ്മൾ നിന്ന സ്ഥലത്തേക്ക്, അവരുടെ കട നിൽക്കുന്ന സ്ഥലത്തേക്ക് തന്നെ ആക്കി തന്നു. ഞങ്ങൾ ഇങ്ങോട്ട് വരുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഭാര്യയും മകനും തിരിച്ച് വീട്ടിലേക്ക് നടന്നു പോകുന്നുണ്ടായിരുന്നു. ഞാൻ ഇന്നുള്ളത് കാരണം അവർ നടന്നു പോവേണ്ടി വന്നു. അവരിങ്ങനെ ബായൊക്കെ പറഞ്ഞു. അപ്പോൾ എന്തായാലും നമുക്ക് ഇനി ഒരു ബൈക്ക് കിട്ടുമോ കേട്ടോ. ഇതാണ് കേട്ടോ നമ്മൾ ഇന്നലെ വന്ന് ഇറങ്ങിയ സ്ഥലം. ഈ ഒരു ചെറിയ സ്പേസ് കണ്ടോ, ഇത് പായ് ബസ് സ്റ്റേഷനാണ്. അവിടെ ബോർഡൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്, പായ് ബസ് സ്റ്റേഷൻ കണ്ടോ. ഓക്കെ, ഇന്നലെ രാത്രി നിറയെ ബൈക്ക് റെൻ്റൽ ഷോപ്പുകൾ കാണായിരുന്നു കേട്ടോ. ഇപ്പോൾ ഒരു ആവശ്യം വന്നപ്പോൾ സെർച്ച് ചെയ്തിട്ട് കാണില്ല. കുറേ മുമ്പിലേക്ക് നടന്നപ്പോൾ നമുക്കൊരു ഷോപ്പ് കിട്ടിട്ടോ, ആയാ സർവീസ് റെൻ്റ് എ മോട്ടോർ ബൈക്ക്. യെസ്, അപ്പോൾ ഇതാണ് ഷോപ്പ്. നമ്മളതിൻ്റെ അകത്ത് പോയിട്ട് അവരോട് കാര്യങ്ങളൊക്കെ സംസാരിച്ച് എല്ലാ ഡീലും കഴിഞ്ഞു കേട്ടോ. നല്ല തിരക്കുണ്ടായിരുന്നു ഈ സമയത്ത്. രാവിലെ കുറേ പേര് വണ്ടി എടുക്കാൻ വരുന്നുണ്ട്. ഇവർക്കൊരു ട്രാവൽ സർവീസ് കൂടി ഉണ്ട് കേട്ടോ. ഇവിടുന്ന് പല സ്ഥലങ്ങളിലേക്ക് ബസ്സിൻ്റെ ബുക്കിങ്ങും ടാക്സി ബുക്കിങ്ങും അങ്ങനത്തെ കുറേ പരിപാടികളൊക്കെ ഉണ്ട് കണ്ടോ. അത്യാവശ്യം വിശാലമായ ഒരു ഓഫീസാണ്. അപ്പോൾ വണ്ടി നമ്മളെടുത്തു. ഇതാണ് ഈ റോഡിലിരിക്കുന്ന വണ്ടിയാണ് കേട്ടോ നമ്മുടെ വണ്ടി. പലതരം വണ്ടികളുണ്ട് കേട്ടോ. 140 ബാത്തിൽ തുടങ്ങിയിട്ട് 500 ബാത്ത് 600 ബാത്തൊക്കെ പെർ ഡേ റെൻറ്റ് വരുന്ന വണ്ടികളൊക്കെ ഉണ്ട്. റെൻറ്റ് മോട്ടോർ ബൈക്ക് 100 ബാത്തിന് അവർ വെറുതെ എഴുതിച്ചിരിക്കുക, 100 ബാത്തിൻ്റെ ഇല്ല കേട്ടോ. അപ്പോൾ എന്തായാലും ഇതിൻ്റെ ഫോർമാലിറ്റീസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലൈസൻസ് ഉണ്ടായിരിക്കണം എന്നുണ്ട്. അതിന് ശേഷം നമ്മുടെ പാസ്പോർട്ട്, ഒറിജിനൽ പാസ്പോർട്ട് അവിടെ അവർക്ക് സെക്യൂരിറ്റിക്ക് വേണ്ടി ഡെപ്പോസിറ്റ് ചെയ്യണം. അതല്ലെങ്കിൽ പാസ്പോർട്ട് അല്ലെങ്കിൽ 2000 ബാത്ത് ഡെപ്പോസിറ്റ് ചെയ്യണം. പിന്നെ ഹെൽമെറ്റ് വേണമെന്നുണ്ടെങ്കിൽ ഹെൽമെറ്റ് ഫ്രീ ആണ്, പക്ഷേ 100 ബാത്ത് ഡെപ്പോസിറ്റ് ചെയ്യണം. അപ്പോൾ ഈ വണ്ടിക്ക്, ഞാനിപ്പോൾ ഈ എടുത്ത വണ്ടിക്ക് 200 ബാത്താണ് ഒരു ദിവസം ചാർജ്. അപ്പോൾ മൊത്തം നമ്മൾ 2300 ബാത്ത് അവിടെ കൊടുക്കണം. നാളെ, അതായത് സെയിം ടൈം 24 hours കഴിഞ്ഞിട്ട് വണ്ടിയും ഹെൽമെറ്റും ഇതേ കോലത്തിൽ തിരിച്ചു കൊടുക്കുമ്പോൾ അവർ 2100 ബാത്ത് തിരിച്ചു തരും. നമ്മൾക്ക് ജസ്റ്റ് എല്ലാ ഭാഗവും ഒക്കെ ഒന്ന് ഫോട്ടോ വീഡിയോ ഒക്കെ എടുത്തോളാൻ വേണ്ടിയിട്ട് കേട്ടോ. ചിലപ്പോൾ ഈ പരിക്കൊക്കെ ചിലപ്പോൾ നമ്മുടെ പേരിൽ വരും, ഇല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മൾ മൊത്തം വണ്ടി ജസ്റ്റ് ഒന്നിങ്ങനെ പരിശോധിച്ചതിന് ശേഷം നമുക്ക് പോവാം, വണ്ടി എടുത്തിട്ട് പോവാം. അത്യാവശ്യം പരിക്കൊക്കെ ഉണ്ട്, അതുകൊണ്ട് വലിയ കുഴപ്പമില്ല. ഇനി നമ്മളായിട്ടൊന്നും വരുത്താതിരുന്നാൽ മതി. യെസ്, എന്നാൽ പുറപ്പെട്ടെ കേട്ടോ. പെട്രോൾ എവിടെയാണെന്ന് ചോദിച്ചിട്ട് ഒരു കുട്ടിക്ക് അറിയില്ല കേട്ടോ. അപ്പോൾ ഗ്യാസോലിൻ എന്ന് പറയണം. ഗ്യാസോലിൻ എന്ന് പറഞ്ഞാൽ മാത്രമേ ഇവർക്ക് മനസ്സിലാവുള്ളൂ, പെട്രോൾ എന്ന് പറഞ്ഞിട്ട് മനസ്സിലാവുന്നില്ല. അന്വേഷിച്ചപ്പോൾ അങ്ങോട്ട് വഴി ചൂണ്ടിക്കാണിക്കുന്നുണ്ടോ, പക്ഷെ കുറേ ദൂരമായി വരുന്നു. ഇവിടെ അടുത്തൊന്നും കാണാമല്ലോ. ഇവന്മാർ ഇത് എവിടെ ഈ പെട്രോൾ കൊണ്ടുപോയി ഒളിപ്പിച്ചു ചെയ്യുക. യെസ് 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 യെസ്, ഇവിടെ ഉണ്ട്. ഇവിടെ നല്ല ക്യൂ ആണ് കേട്ടോ. പെട്രോൾ അടിക്കാൻ നല്ല ക്യൂ ഉണ്ട്. ഈ ക്യൂ കാണുന്നതിൽ ഏകദേശം എല്ലാവരും ടൂറിസ്റ്റുകളാണ് കേട്ടോ. വാടകയ്ക്ക് എടുത്ത ബൈക്കുകളുമായിട്ട് വന്നിട്ടുള്ള ടൂറിസ്റ്റുകളാണ് ഈ കാണുന്ന ക്യൂവിലുള്ള എല്ലാ ബൈക്കും. കാറ് പിന്നെ ലോക്കൽസിൻ്റെ ആണ്, ബൈക്സ് മൊത്തം അതാണ്, ഞാനടക്കം. ഞാനെന്താണെന്നറിയോ, ബൈക്ക് അവിടെ നിർത്തിയിട്ടിട്ട് ഇവിടെ ഇങ്ങനെ വന്ന് നിൽക്കുന്നത് ഇവരൊക്കെ എത്ര ബാത്തിനാണ് പെട്രോൾ അടിക്കുന്നതെന്ന് നോക്കാൻ വേണ്ടിയിട്ടാണ്. ഇതിപ്പോൾ നാളെ രാവിലെ വരെ വേണം, എത്ര ഓടണ്ടാവും എന്നൊന്നും എനിക്കൊരു ഐഡിയ ഒന്നുമില്ലല്ലോ. അപ്പം നമുക്ക് it's tight? Yeah. Let me try. Yes. Okay, welcome. അവർക്കത് തുറക്കാൻ പറ്റാതെ കഷ്ടപ്പെടുമായിരുന്നു. ഓക്കെ ആ ഒരു 2 ലിറ്റർ അടിച്ചു. ഒന്നും നോക്കണ്ട, ഞാനും 2 ലിറ്റർ അടിച്ചേക്കാം. വെരി ഗുഡ്. 2 ലിറ്റർ 80 ബാത്ത്. ഓക്കെ, 2 ലിറ്ററിന് 80 ബാത്താണ് കേട്ടോ. അങ്ങനെ പെട്രോൾ അടിച്ചിട്ട് പമ്പിൽ നിന്ന് ഇറങ്ങി കേട്ടോ. നമ്മളിങ്ങോട്ട് വന്ന മെയിൻ റോഡിലാണ് ആ പമ്പ് നിൽക്കുന്നത് കേട്ടോ. അപ്പോൾ നേരെ തിരിച്ച് തന്നെ ഇങ്ങോട്ട് വന്നിട്ട് വേറൊരു റൈറ്റിലേക്ക് റോഡ് കണ്ടപ്പോൾ ഞാൻ ചുമ്മാ ആ വഴി ഇങ്ങോട്ട് തിരിച്ചു കേട്ടോ. അപ്പോൾ ഞാൻ ഒരു കാര്യം ഓർത്തു കേട്ടോ, നമ്മുടെ ലത്തീഫ് താത്ത എനിക്കൊരു ലൊക്കേഷൻ അയച്ചു തന്നിരുന്നു, അവരുടെ വീടൊക്കെ നിൽക്കുന്ന ആ ഒരു ഏരിയയുടെ. അപ്പോൾ ഞാൻ ആ ലൊക്കേഷൻ നോക്കി, 8-10 കിലോമീറ്റർ കാണിക്കുന്നത്. നമുക്ക് അങ്ങോട്ട് പോയേക്കാം. ഹായ്, കുറച്ച് ദൂരം വന്നപ്പോൾ തന്നെ ഉണ്ടോ നല്ല അടിപൊളി ഭംഗിയുള്ള സ്ഥലം. ഈ വലത് ഭാഗത്തൊക്കെ ഇങ്ങനെ കൃഷി സ്ഥലങ്ങളാണ് കേട്ടോ. എന്തൊക്കെ കൃഷിയാണ്? ചോളം. നെൽകൃഷിയൊക്കെ ചെയ്യുന്ന പാടങ്ങളാണ് കേട്ടോ. ഈ ഭാഗത്ത് ഒരുപാട് നെൽകൃഷി ഉണ്ടെന്ന് ഞാൻ വായിച്ചപ്പോൾ കണ്ടിരുന്നു കേട്ടോ. വേറെയും കുറേ ടൂറിസ്റ്റുകൾ സ്കൂട്ടറും കൊണ്ട് ഈ വഴിക്ക് പോകുന്നുണ്ട് കേട്ടോ. ഇതാ നിറയെ ചെറിയ വീടുകളൊക്കെ ഉള്ള ഒരു സ്ഥലമാണ് കേട്ടോ. ചെറുതല്ല, ചില വീടുകൾ വലുതാണ് കേട്ടോ. മരത്തിൻ്റെയൊക്കെ വീടുകളൊക്കെ ഉണ്ട്. ഇതൊരു മൊണാസ്ട്രി എന്ന് തോന്നുന്നുണ്ട്, ഒരു ബുദ്ധക്ഷേത്രം.
തായ്ലാൻഡിൻ്റെ ഏത് ഭാഗത്തൂടെ ട്രാവൽ ചെയ്യുകയാണെങ്കിലും ഇടയ്ക്കിടയ്ക്ക് നമുക്ക് ഇതുപോലെയുള്ള ബുദ്ധക്ഷേത്രങ്ങൾ കാണാൻ പറ്റും. ഇപ്പോഴാണ് ഞാൻ ഒരു കാര്യം റിയലൈസ് ചെയ്യുന്നത് കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ നമ്മുടെ പായ് എന്ന ആ ചെറിയ ടൗൺ നിൽക്കുന്നത് ഒരു താഴ്വാരത്തിലാണെന്ന് പറഞ്ഞില്ലേ, ചുറ്റും മലകളാണെന്ന് പറഞ്ഞില്ലേ. അതിൻ്റെ ഏതോ ഒരു മല കയറി ഇറങ്ങിയിട്ടാണ് നമ്മളിവിടെ എത്തിയത്. ഇപ്പം ഞാൻ അതിൻ്റെ വേറൊരു സൈഡിലുള്ള ഒരു മല ഇങ്ങനെ കയറിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഈ രണ്ടുപേര് സ്കൂട്ടർ നിർത്തിയത് കണ്ടിട്ടാണ് ഞാനും നിർത്തിയത് കേട്ടോ. അപ്പോൾ ഇവിടുന്ന് ഇങ്ങനെ താഴ്വാരത്തേക്കുള്ള ചെറിയ വ്യൂ നമുക്ക് കിട്ടും കണ്ടോ. ഇവിടെ ഒരു ബുദ്ധ ക്ഷേത്രമാണെന്ന് തോന്നുന്നു. അവിടെ എന്തോ പാട്ടൊക്കെ കേൾക്കുന്നുണ്ട്, കുറേ ആൾക്കാരൊക്കെ ഉണ്ട്. അങ്ങോട്ട് താഴ്വാരം കാണുന്നുണ്ടോ. ആ ഭാഗത്ത് എവിടെയാണ് നമ്മുടെ ടൗൺ കേട്ടോ. അപ്പുറത്തുള്ള മലയും നമുക്ക് കാണാൻ പറ്റും കണ്ടോ. നമുക്കിനി ഈ വഴി കൂടെ കുറച്ചുകൂടി മുന്നോട്ട് പോയി നോക്കാം കേട്ടോ. കുറച്ചുകൂടി അല്ല, ഇഷ്ടംപോലെ സമയമുണ്ട്, എത്രയും പോവാം. അല്ല പിന്നെ ഫുൾ ടാങ്കിന്റെ അടുത്ത് പെട്രോളും ഉണ്ട് കണ്ടോ. കുറച്ചുകൂടി ദൂരം വന്നപ്പോൾ കണ്ടോ എന്ത് ഭംഗിയുള്ള സ്ഥലം നോക്കി. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ റിസോർട്ടുകളും ഹോം സ്റ്റേകളും പോലത്തെ സംഭവങ്ങളൊക്കെ കാണാൻ കിട്ടും. ഇവിടെ നിറയെ ടൂറിസ്റ്റ് വരുന്നുണ്ട്, നിറയെ വരുന്നുണ്ട് നല്ല പറയേണ്ടത്. ഇവിടെ ടൂറിസ്റ്റുകളല്ലാതെ വേറെ ആരും കാണുന്നേ ഇല്ല. ഞാനിപ്പോൾ അവിടുന്ന് പുറപ്പെട്ടതിന് ശേഷം ഞാൻ സ്ലോയിലാണ് പോകുന്നത്. അപ്പോൾ ഒരുപാട് സ്കൂട്ടറുകൾ എന്നെ ഓവർടേക്ക് ചെയ്ത് പോകുന്നുണ്ട്. അത് മുഴുവനും ടൂറിസ്റ്റുകളാണ്. ആനേൻ്റെ ബോർഡുണ്ടല്ലോ. ആനേൻ്റെയും പശുവിൻ്റെയും ചിത്രം വെച്ചിട്ടുണ്ട്. പശുവിൻ്റെ ചിത്രം കണ്ടതേ ഒരു വില്ലേജ് വന്നു, അതുകൊണ്ടായിരിക്കാം. ഇവിടെ പശുക്കൾ ക്രോസ് ചെയ്യാനുള്ള സാധ്യത ഉണ്ടെന്നായിരിക്കും. അപ്പോൾ ആനയോ കണ്ടോ. ഇവിടെ കുറച്ച് ചെറിയ ചെറിയ കടകളും ചെറിയ ചെറിയ വീടുകളൊക്കെ കാണാനുണ്ട് കേട്ടോ. കുറച്ച് തന്നെ ഉള്ളൂ, അപ്പോഴത്തേക്ക് അവസാനിച്ചു. ചേച്ചി അവിടെ കാട്ടിലെന്തോ തിരയാണ് കേട്ടോ. അപ്പം ഞാൻ എന്താ വിചാരിച്ചു. അപ്പോൾ നോക്കിയപ്പോൾ അവരെന്തോ ഒരു മഷ്റൂം, എന്തോ ഒരു കൂണ്, ഒരു തരം കൂണ് കളക്ട് ചെയ്യാണ്. ഇവിടെ ഒരു വീടിൻ്റെ മുറ്റത്ത് 2-3 ആൾക്കാരെന്തോ ചെയ്യുന്നുണ്ട് കേട്ടോ. നമുക്ക് പോയോക്കാം. ഒരു പഴയൊരു വണ്ടി ഉണ്ട്, അതിനകത്തേക്ക് എന്തൊക്കെ ലോഡൊക്കെ കൊണ്ടുവന്ന് കയറ്റുന്നുണ്ട് അവർ കേട്ടോ. എന്താണ് പരിപാടി എന്ന് ചോദിച്ചോക്കാം. ഞാനിപ്പോൾ അവരുടെ അടുത്ത് അങ്ങോട്ട് വന്നോട്ടെ, ഫോട്ടോ എടുത്തോട്ടെ എന്നൊക്കെ ചോദിച്ചപ്പോൾ അവർ സമ്മതിച്ചു. ഇവർ ആക്രി കച്ചവടത്തിൻ്റെ പരിപാടിയെന്ന് തോന്നുന്നുണ്ട്. ആക്രി കച്ചവടക്കാരാണ്. ഹലോ, ഐ എം ഫ്രം ഇന്ത്യ. ഇന്ത്യ. ഇവർ കണ്ടോ പഴയ സാധനങ്ങളൊക്കെ കളക്ട് ചെയ്താണ് കേട്ടോ. ഇത് മാർക്കറ്റിലേക്ക് കൊണ്ടുപോകാനുള്ള പരിപാടിയായിരിക്കും. അതാണ് ആ വണ്ടി. ആ വണ്ടി തന്നെ പഴകിക്കണു. ഇതെന്താണിത്? ഇതൊരു ഫ്രൂട്ടാണല്ലോ. ഇതിന് പിടിക്കുമ്പോൾ ഇതൊരു നാരങ്ങയുടെയൊക്കെ ഒരു സംഭവമാണ് ഫീൽ ചെയ്യുന്നത്. പക്ഷെ ഷേപ്പ് അങ്ങനെയല്ല കേട്ടോ. സം ഓ അതാണ് കേട്ടോ ആ ഫ്രൂട്ടിൻ്റെ പേര് പറഞ്ഞത്. പക്ഷേ നാരങ്ങയുടെ സെയിം ആണെന്നും പറഞ്ഞു. ലെമൺ ആണോ ചോദിച്ചപ്പോൾ സെയിം ലെമൺ എന്ന് പറഞ്ഞു കേട്ടോ. അവിടുന്ന് പോന്നിട്ട് നമ്മൾ ഒരു ചെറിയ റോഡ് കണ്ടു കേട്ടോ. അപ്പോൾ ആ റോഡിലേക്ക് ഇങ്ങോട്ട് പ്രവേശിച്ചു. റോഡിലേക്ക് പ്രവേശിച്ചത് പണിയാവുമെന്ന് സംശയമുണ്ട് എനിക്ക്. കാരണം കുറച്ച് വന്നപ്പോൾ തന്നെ ഈ കോൺക്രീറ്റ് റോഡ് അവസാനിച്ചു. പിന്നെ ഇങ്ങനെ മൺ റോഡാണ്. ഇതിനി എവിടം വരെ ഉണ്ടാവുമെന്ന് ദൈവത്തിനറിയാം. പോയി നോക്കാം അല്ലേ. പക്ഷെ നൈസാട്ടോ, അടിപൊളി വഴിയാണ്. പട്ടികളില്ലാതിരുന്നാൽ മതിയായിരുന്നു. ഫിലിപ്പീൻസ് ഇങ്ങനെ സ്കൂട്ടർ കൊണ്ട് പോകുമ്പോഴുണ്ടല്ലോ ഒരു കൂട്ടം പട്ടികൾ ഇങ്ങോട്ട് വന്നിട്ട് ചുറ്റും നിന്നിട്ട് അത് കുരക്കാൻ തുടങ്ങി. എൻ്റെ അമ്മോ, അത് ഓർക്കാൻ പോലും വയ്യ. നല്ല രസമല്ലാട്ടോ. കണ്ടോ പാടങ്ങളും പാടത്ത് അവരുടെ കൃഷി ആവശ്യങ്ങൾക്ക് വേണ്ടി അവരുണ്ടാക്കിയ ഓരോ ഷെഡുകളും. പക്ഷെ ഒരൊറ്റ മനുഷ്യനെ കാണാനല്ലോ. മനുഷ്യനെ കണ്ടിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. ഇവിടെ എന്തോ ഒരു കായുണ്ട് കേട്ടോ. ഈ മരത്തിന് എന്തോ ഒരു ചെറിയൊരു കായുണ്ട്. ഇതിപ്പോൾ അങ്ങോട്ട് പോയാൽ നേരത്തെ പറഞ്ഞ പോലെ പണി കിട്ടുമോ എന്നൊരു പേടിയുണ്ട്. ആൾക്കാരെ കാണാനല്ല, ആൾക്കാരുണ്ടെങ്കിൽ കുഴപ്പമുണ്ടായിരുന്നില്ല. അക്ഷരാർത്ഥത്തിൽ വഴി മുട്ടിട്ടോ. ഇനി അങ്ങോട്ട് വഴിയില്ല. ഇത് ഞാൻ വന്ന വഴി ഇതാ ഇവിടെ അവസാനിച്ചു. ഇനി അങ്ങോട്ട് പോവില്ല. ആ നേരത്തെ വന്ന വഴി പിന്നെ ചെറുതായിട്ട് ജസ്റ്റ് ഒരു നടവഴി മാത്രമായിട്ട് മാറിയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഇതാ അതും അവസാനിച്ചു. ഇവിടെ കണ്ടോ റൈറ്റ് സൈഡിൽ പുഴയുണ്ടോ. പുഴ എന്ന് പറയാൻ മാത്രം വലിപ്പമുണ്ടോ എന്ന് എനിക്കറിയില്ല. ഒരു തോടോ എന്തോ അതിങ്ങനെ ഒഴുകി പോകുന്നുണ്ട്. പക്ഷെ അങ്ങോട്ട് പോകാൻ വഴിയില്ല. ഇവിടെ ഇന്നൊരു മനുഷ്യൻ പോലും ഇല്ല. ഇവിടെ എന്തൊക്കെയോ ഷെഡുകളൊക്കെ കാണാനൊക്കെ ഉണ്ട്. പക്ഷെ മനുഷ്യന്മാരെ ആരും കാണാനില്ല. തിരിച്ചു പോവാം. എന്താ റോഡ് നോക്കിയേ, എന്ത് പെർഫെക്റ്റ് റോഡാണ്. കാണുമ്പോൾ തന്നെ എന്ത് രസമാണ്. നല്ല ഫിനിഷിംഗ് ഉള്ള സൂപ്പർ റോഡ് കേട്ടോ. റോഡിൻ്റെ പോലീസൊക്കെ പറഞ്ഞതിന് പോകുമ്പോൾ ഒരു മയിൽക്കുറ്റി കണ്ട്.
123 കിലോമീറ്റർ എന്ന് കണ്ടപ്പോൾ ഞാൻ ജസ്റ്റ് ആ സ്ഥലപ്പേരൊന്ന് ട്രാൻസ്ലേറ്റ് ചെയ്ത് നോക്കിട്ടോ. അപ്പോൾ ചിയാങ്മായ് ആണ്. അതായത് ഞാൻ കുറച്ച് വലിയ റോട്ടിലേക്ക് കടന്നിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് നമ്മൾ ഇന്നലെ വന്ന ആ സെയിം റൂട്ടിലേക്കാണ്, ചിയാങ്മായിലേക്കാണ്. അപ്പോൾ പിന്നെ അങ്ങോട്ട് നമ്മൾ പോകേണ്ട ആവശ്യമില്ലല്ലോ. ഞാൻ തിരിച്ചിങ്ങോട്ട് പോന്നു. തിരിച്ച് നേരെ ഓപ്പോസിറ്റ് സൈഡിലേക്ക് പോയപ്പോൾ ഒരു പാലം, ആ പാലത്തിൻ്റെ തൊട്ടപ്പുറത്ത് മുമ്പ് ഉപയോഗിച്ചിരുന്ന പാലം, മരത്തിൻ്റെ പാലം. അപ്പോൾ ജസ്റ്റ് ആയിക്കൂടി ഒന്ന് ഇങ്ങനെ നടക്കാൻ വേണ്ടി ഇറങ്ങിയ കേട്ടോ. പാലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതങ്ങനെ വെറും ഒരു പാലമല്ല കേട്ടോ, ഇതൊരു റിമൈൻഡർ ആയിട്ട് നിലനിർത്തിയിരിക്കുന്ന ഒരു പാലമാണ്. അതായത് 2ാം ലോക മഹായുദ്ധ കാലത്ത് ജാപ്പനീസ് ആർമി അവരുടെ പട്ടാളക്കാരെയും അവരുടെ സാധനങ്ങളും ഒക്കെ മ്യാൻമറിലേക്ക് ട്രാൻസ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ പുഴക്ക് കുറുകെ ഉണ്ടാക്കിയ ഒരു പാലമാണ് കേട്ടോ. ഇത് ആദ്യം ഉണ്ടാക്കിയത് മരത്തിൻ്റെ ഒരു പാലമായിരുന്നു. പിന്നീട് അത് മാറ്റിയിട്ട് ഇരുമ്പിൻ്റെ സ്ട്രക്ചറും മുകളിൽ വുഡും വെച്ചിട്ടുള്ള പാലമാക്കി മാറ്റിയിട്ടോ. ആ പാലം ഇപ്പോഴും നിലനിൽക്കുകയാണ്. കുറച്ച് പേര് ഇവിടെ നിന്ന് ഫോട്ടോ എടുക്കുന്ന കണ്ടപ്പോഴാണ് കേട്ടോ ഞാൻ ഇതിനെക്കുറിച്ചിട്ട് കൂടുതൽ അന്വേഷിച്ചത്. അപ്പോഴാണ് ഈ ഡീറ്റെയിൽസ് ഒക്കെ കിട്ടിയത്. ഇതിൽ നടക്കാൻ അത്ര ഒരു സേഫ്റ്റി ഫീൽ ചെയ്യുന്നില്ല കേട്ടോ. ഞാൻ ഈ താഴത്ത് ഇരുമ്പുള്ള ഭാഗം നോക്കിയിട്ടാണ് കാല് വെക്കുന്നത്. ചില സ്ഥലത്തൊക്കെ ഈ പലക പൊട്ടിപ്പോയിട്ടുണ്ട്. ഇപ്പോൾ പക്ഷേ ഈ പാലം പായ് ഡിസ്ട്രിക്റ്റിലെ ഒരു പ്രധാനപ്പെട്ട ടൂറിസ്റ്റ് അട്രാക്ഷനും കൂടിയാണ് കേട്ടോ. ആളുകൾ ഒരുപാട് പേര് ഇവിടെ വിസിറ്റ് ചെയ്യുന്നവർ ഈ പാലം കാണാൻ വേണ്ടി മാത്രം വരുന്നുണ്ട്. അതായത് വേൾഡ് വാറിൻ്റെ സമയത്ത് അത് ഈ പ്രദേശത്തുണ്ടാക്കിയ നാശനഷ്ടങ്ങളുടെ ഒക്കെ ഒരു റിമൈൻഡർ ആയിട്ടാണ് കേട്ടോ ഇത് ഗവൺമെൻറ് ഇങ്ങനെ നിലനിർത്താൻ തീരുമാനിച്ചത്. കുറേ ആളുകളുണ്ടോ പാലത്തിൽ കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നുണ്ട്. അവിടെ ഒരു ഫാമിലി പിക്നിക്ക് പോലെ അവർ വീട്ടിൽ നിന്ന് ഫുഡൊക്കെ ഉണ്ടാക്കിയിട്ട് ഇവിടെ കൊണ്ടുവന്നിട്ട് ഈ പാലത്തിൻ്റെ മുകളിൽ അവിടെ ഇരിക്കുന്നുണ്ട്. അവരവിടെ ഇരുന്നിട്ട് ഭക്ഷണം കഴിക്കുന്നുണ്ട്. അവരുടെ ചെറിയ കുട്ടികളൊക്കെ മീൻ പിടിക്കുന്നുണ്ട്. ചൂണ്ടയിട്ടിട്ട് താഴത്തെ പുഴയിൽ നിന്ന് മീൻ പിടിക്കാൻ ശ്രമിക്കുന്നുണ്ട്. അങ്ങനെ ഇതിപ്പോൾ ഒരു ടൂറിസ്റ്റ് അട്രാക്ഷനും കൂടിയാണ്. സന്തോഷ് ജോർജ് കുളങ്ങര സാർ ഒരിക്കൽ പറഞ്ഞതായിട്ട് ഞാൻ ഓർക്കുന്നുണ്ട്. നമ്മുടെ നാട്ടിലെ ഏതോ ഒരു പാലം, പുതിയ പാലം വന്നപ്പോൾ ആ ഉപേക്ഷിച്ച പാലം ശരിക്കും പൊളിച്ച് കളയാതെ വണ്ടികൾ ഓടാൻ വേണ്ടി മാത്രമേ അത് ബലം ഇല്ലാതായിട്ടുണ്ടാവുള്ളൂ. പക്ഷേ ആളുകൾക്ക് കയറി പോകാനൊക്കെ അതിന് കുഴപ്പമൊന്നും ഉണ്ടാവില്ല. അപ്പോൾ അതങ്ങനെ നിലനിർത്തിയിട്ട് അത് ടൂറിസ്റ്റ് സ്പോട്ടാക്കി മാറ്റാം എന്നൊരു അഭിപ്രായം പറഞ്ഞതായിട്ട് ഞാൻ ഓർക്കുന്നുണ്ട് കേട്ടോ. അതുപോലത്തെ ഒരു പരിപാടിയാണ്. പക്ഷേ ഇത് ഭയങ്കര ഹിസ്റ്റോറിക്കൽ ഇമ്പോർട്ടൻസ് ഉള്ള പാലം ആണെന്ന് മാത്രം. ആ പാലത്തിൻ്റെ അവിടുന്ന് കുറച്ചിങ്ങോട്ട് വന്നപ്പോൾ കണ്ടോ ഒരു കവാടം. ഇതാണ് നമ്മുടെ പായ് ടൗണിൻ്റെ കവാടം. കവാടം കടന്ന് കുറച്ചുകൂടി ദൂരം ഇങ്ങോട്ട് പോന്നപ്പോൾ ഇവിടെ കുറേ ബൈക്കുകളൊക്കെ നിർത്തിയിട്ട് കാണാൻ കേട്ടോ. ഇടത്തോട്ട് റോഡ് പോകുന്നുണ്ട്. അപ്പോൾ ഞാൻ നോക്കിയപ്പോഴാണ് നമുക്കിവിടെ ഒരു ഗിരികന്ധരം കാണാനുണ്ട് കേട്ടോ. ഗിരികന്ധരം കാണണം. മനസ്സിലായില്ല അല്ലേ? മലയാളം അറിയാത്തത് കൊണ്ടാണ്. സാരല്ല, സ്കൂളിൽ പോകുമ്പോൾ പഠിക്കണേ. എനിക്ക് പിന്നെ മലയാളം നല്ല അറിയുന്നതുകൊണ്ട് ഞാൻ പറഞ്ഞു എന്ന് മാത്രം. ഗിരികന്ധരം അതായത് കാനിയൻ, നമ്മൾ കേട്ടില്ലേ കാനിയൻ. കാനിയൻ എന്ന് തോന്നുന്നുണ്ട് അത് പ്രൊനൗൺസ് ചെയ്യാം. പായ് കാനിയൻ. നമ്മൾ അതൊന്ന് കാണാൻ വേണ്ടി പോകാൻ കേട്ടോ. സിമ്പിൾ മലയാളത്തിൽ പറയുകയാണെങ്കിൽ ഒരു മലയിടുക്ക് എന്നൊക്കെ പറയാം. ഞാൻ പിന്നെ മലയാള പണ്ഡിതനായതുകൊണ്ട് ഭയങ്കര വലിയ മലയാളത്തിൽ പറഞ്ഞാണ് കേട്ടോ. ഇവിടെ കുറേ കടകളൊക്കെ ഉണ്ട് കേട്ടോ. ഈ വഴിക്കാണ് നമുക്ക് പോവേണ്ടത്. പായ് കാനിയോൺ. കാനിയോൺ തന്നെയല്ലേ വായിക്കാം, തൽക്കാലം അങ്ങനെ വായിക്കാം. നമുക്ക് എന്തെങ്കിലും ഒരു വെള്ളം എന്തെങ്കിലും വാങ്ങണം. നല്ല ദാഹമുണ്ടേ. ജ്യൂസ് കിട്ടുമോ നോക്കട്ടെ. മാംഗോ ഹൗ മച്ച്? ഓക്കെ, ഗിവ് മീ 1 മാംഗോ. ഒരുപാട് ഐറ്റംസ് ഉണ്ട് കേട്ടോ. പക്ഷെ ഇതൊക്കെ പ്ലാസ്റ്റിക്കാണ്. ഇതെല്ലാം പ്ലാസ്റ്റിക്കാണ്. ആപ്പിളും ഓറഞ്ചും എല്ലാം പ്ലാസ്റ്റിക്കാണ്. ജ്യൂസ് അടിക്കാൻ ഒറിജിനൽ ഉണ്ടാവുമായിരിക്കും അല്ലേ? മാംഗോ ജ്യൂസ് എല്ലായിടത്തും 40 ബാത്തിനുള്ളൂ കേട്ടോ. അത്യാവശ്യം ക്വാണ്ടിറ്റി ഉണ്ടാവും. വയറങ്ങോട്ട് നിറയും, അത്രയും ഉണ്ടാവും സാധനം. ടേസ്റ്റും ഉണ്ട്. ഇത് കുറച്ച് മധുരം കുറവുണ്ട്, പക്ഷെ ഓക്കെയാണ്, സെറ്റ്. ഗിരികന്ധരം കാണാൻ അങ്ങനെ ഓടിപ്പോകാനൊന്നും പറ്റില്ല. ജ്യൂസൊക്കെ കുടിച്ച് കുറച്ച് റെസ്റ്റ് ഒക്കെ എടുത്തിട്ടേ പറ്റുള്ളൂ. അപ്പോൾ എന്തായാലും അത് നമുക്ക് നാളെ അടുത്ത വീഡിയോ കാണാം.